ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടി വയനാട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓട്ടോറിക്ഷയിൽ തൃശ്ശൂർ വരെ എത്തിയിട്ടോ. തൃശ്ശൂർ എത്തിയിട്ട് ഞങ്ങൾ അവിടുന്ന് KSRTC ബസ് കയറാൻ നിൽക്കണ ഇടയിൽ നമ്മുടെ മാളുവിനെ കണ്ടു കേട്ടോ. മാളു ഇപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ മാളുവിനൊക്കെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ KSRTC ബസ്സിൽ കോഴിക്കോടേക്ക് കയറി. അപ്പോൾ കോഴിക്കോടേക്ക് കയറി കുറേ ഇങ്ങനെ ഇരിക്കണമല്ലോ, അത്യാവശ്യം 4 മണിക്കൂറൊക്കെ ഉണ്ട് യാത്ര. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ തിന്നുന്നുണ്ട്, ബിസ്ക്കറ്റ്, അതേപോലെ തന്നെ പോപ്കോൺ, അങ്ങനെ കുറേ ഉണ്ടാക്കിയും മേടിച്ചിട്ടൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കോഴിക്കോട് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുമെങ്കിലും അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമ്മുടെ അവിടെ കസിൻസ്, അതായത് ബന്ധുക്കളുണ്ട് അവിടെ, അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കണ്ടോ, ഞങ്ങൾ പോപ്കോണൊക്കെ കൈയിട്ട് വരെ തിന്നുന്നുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ അതിൻ്റെ ബാക്ക് സീറ്റിലാണ് കേട്ടോ. അച്ഛന് 3 പേർക്കുള്ള സീറ്റായിരുന്നു. അതിൽ ഞങ്ങൾ 3 പേരും, പിന്നെ അച്ഛൻ ബാക്കിലായിരുന്നു. ഞങ്ങൾ 4 പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എത്താറായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എണിച്ചിന്നാണ്. അപ്പോൾ നമ്മൾ വയനാടിക്കുള്ള ബസ് കയറി. വയനാട് ചുരം കയറുന്നതിൻ്റെ ഇടയിലുള്ളൊരു അടിപൊളി വ്യൂസ് ആയിരുന്നു. കാരണം അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുള്ളൊരു ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കോടയായിട്ടുള്ള നമുക്ക് അടിപൊളി വ്യൂസ് തന്നെ കാണാൻ പറ്റിയിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വയനാട് എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഞാൻ വേറെ ആയിട്ട് എടുക്കാൻ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു കാഴ്ചകളാണ്, നല്ല രസമുണ്ടായിരുന്നു. ഇതിനോട് നല്ല ഭംഗിയുള്ള ഇടായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ബോധം വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ കുഞ്ഞു വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അവിടുത്തെ കാഴ്ചകൾ പിന്നെ കാണണം. ഞാനിതിപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് പോണതായിട്ട് കാണിച്ചതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടിട്ട് കാണുന്നവരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബസ്സിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ കാടും മലയും കയറി പോണത് നല്ല വ്യൂസായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പ്രത്യേക ഒരു രസമാണ്. കുറേ ആൾക്കാർ അത് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചുരം കയറുമ്പോൾ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പം ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം.